നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രെയിനിങ്ങിനിടെ തന്നെ ഡ്രിബിൾ ചെയ്തു പോയത് ഇഷ്ടപ്പെട്ടില്ല. നെയ്മർ ജൂനിയർ റോബിഞ്ഞോ ജൂനിയറുമായിട്ട് പ്രശ്നമുണ്ടാക്കി അടിയായി, മുഖത്തടിച്ചു. അതിനുശേഷം പിന്നെ ഒരു കടുത്ത ടാക്കിളിന് പയ്യനെ വിധേയനാക്കി. ആകെ പ്രശ്നം. ഒടുവിൽ നെയ്മർ ജൂനിയർ താരത്തെ കണ്ട് മാപ്പ് പറഞ്ഞു, യുവതാരത്തെ കണ്ട് മാപ്പ് പറഞ്ഞു എന്നൊരു റിപ്പോർട്ട് ബ്രസീലിൽ നിന്ന് പുറത്തു വരുന്നു. ഇതെന്തായാലും ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൽ വലിയ രൂപത്തിൽ വാർത്തയായിട്ടുണ്ട്. ഗ്ലോബോ മാത്രമല്ല, ESPN ബ്രസീൽ അടക്കമുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെട്ട് പ്രചരിപ്പിക്കുകയാണ്. സംഭവം ചെറിയ കശവിഷയൊക്കെ ഉണ്ടായെങ്കിലും ഇത്രത്തോളം ഇത് വാർത്താ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ടെന്നാണ് നെയ്മർ ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന റിയാക്ഷൻസ്. അത് സോഷ്യൽ മീഡിയയിലെ നെയ്മർ പേജുകളൊക്കെ നോക്കിയാൽ മതി. സംഗതി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഓവറായിട്ട് ഇതിപ്പോൾ വാർത്താ പ്രാധാന്യം ഒന്നും കൊടുക്കേണ്ടതില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് അവരുടെ ഒരു നിലപാട്. അതായത് സംഭവിച്ചത് എന്താണെന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു, ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തു. രണ്ടുപേരുടെയും റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണ്. സംഭവിച്ചത് നെയ്മറും റോബിഞ്ഞോയും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. ഗ്ലോബോയുടെ റിപ്പോർട്ട് അനുസരിച്ച് നെയ്മറെ ഡ്രിബിൾ ചെയ്ത് കടന്നുപോയി റോബിഞ്ഞോ ജൂനിയർ ട്രെയിനിങ്ങിനിടക്ക്. അത് നെയ്മർക്ക് ഇഷ്ടപ്പെട്ടില്ല. നെയ്മർ ഇതല്ല, ഏക്കിട്ട് ഇവിടെ അല്ല ഇത് ചെയ്യേണ്ടത്, ടേക്ക് ഇറ്റ് ഈസി എന്നൊക്കെ പയ്യനോട് വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമായി, ചെറിയ ഉന്തും തള്ളും സംഭവിച്ചു. അതിനിടക്ക് നെയ്മർ ജൂനിയർ പയ്യൻ്റെ മുഖത്തടിച്ചു. ഇതാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. അതിനുശേഷം ഈ ഒരു സംഭവത്തിൽ നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒട്ടും സംതൃപ്തനായിരുന്നില്ല. തന്നെ ഒരു പയ്യനൊക്കെ ഡ്രിബിൾ ചെയ്ത് പോവുകയോ. നെയ്മർ ജൂനിയർ നെർവസ് ആവുകയും ഒരു ഹെവി ടാക്കിൾ റോബിഞ്ഞോ ജൂനിയറിന് നേരെ എടുത്തു. പയ്യൻ ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങി വീണുപോയി. റോബിഞ്ഞോയുടെ സ്റ്റാഫ് സാൻഡോസ് ബോർഡിന് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷം നെയ്മർ പയ്യനോട് മാപ്പ് പറഞ്ഞു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിലുള്ളത്. ഇതുതന്നെയാണ് ഇപ്പം ESPN ബ്രസീലും റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്മർ റോബിഞ്ഞോ ജൂനിയറിനെ വിളിച്ചു, എന്നിട്ട് അതുപോലെ തന്നെ അവന് മെസ്സേജ് അയച്ചു. പ്ലെയറിൻ്റെ ഫാമിലിയോട്, റോബിഞ്ഞോ ജൂനിയറുടെ ഫാമിലിയോട് മാപ്പ് പറഞ്ഞു. ഇന്ന് ട്രെയിനിങ് സെഷനിൽ സംഭവിച്ചതിൽ മാപ്പ് പറഞ്ഞു. നെയ്മർക്ക് അറിയാം താൻ ചെയ്തു പോയത് തെറ്റാണ് എന്നുള്ളത്. അതിൽ നെയ്മർ വളരെയധികം അപ്സെറ്റാണ്. അതുപോലെ തന്നെ ഈ മിസ്റ്റേക്ക് പരിഹരിക്കാൻ എന്ത് വേണേ ചെയ്യാം എന്നുള്ളതാണ് നെയ്മർ ഇപ്പോഴെത്തിരിക്കുന്ന നിലപാടെന്നുകൂടി ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. റോബിഞ്ഞോ ജൂനിയർ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഹേർട്ടാണ്. കാരണം അവൻ നെയ്മറെ വലിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ നെയ്മറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായതിൽ അവൻ വല്ലാതെ ഹേർട്ടാണ്. പക്ഷേ രണ്ടുപേരും തമ്മിൽ നല്ല ക്ലോസ് റിലേഷൻഷിപ്പാണ്. സോ അധികം വൈകാതെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംഭവം നെയ്മറുടെ കയ്യിൽ നിന്ന് പോയതാണ്. പയ്യനെ വിളിച്ചും പയ്യൻ്റെ ഫാമിലിയെ വിളിച്ചുമൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.